തപസ്സ്, വേദാധ്യയനം എന്നിവയിൽ അതിതാൽപര്യത്തോടുകൂടി അനേകായുധ വർഷക്കാലം ശ്രീനാരായണനെ ആരാധിച്ച മാർക്കണ്ഡേയൻ മറ്റാർക്കും ജയിക്കാൻ കഴിയാത്ത മരണത്തെ ജയിച്ചു. മരണത്തെ അതിക്രമിച്ചത് കണ്ടപ്പോൾ ബ്രഹ്മാവ്, ശിവൻ മുതലായ എല്ലാവരും അത്യാശ്ചര്യയുക്തരായി ഭവിച്ചു. ഇപ്രകാരം മഹായോഗക്രമം അനുസരിച്ച് ചിത്തത്തെ ആത്മാവിൽ തന്നെ ദൃഢമായി ഉറപ്പിച്ചിരിക്കുന്ന യോഗിയായ മാർക്കണ്ഡേയൻ തൻ്റെ സ്ഥാനം അപഹരിക്കാനാണ് ഈ വിധം തപസ്സു ചെയ്യുന്നതെന്ന് ശങ്കിച്ച ദേവേന്ദ്രൻ തപസ്സിനെ വിഘ്നപ്പെടുത്തുവാൻ മന്മഥ വസന്താദികളെ മാർക്കണ്ഡേയ മുനിയുടെ ആശ്രമത്തിലേക്ക് അയച്ചു. മുനിയുടെ തപശ്ശക്തിയാൽ ദഹിക്കപ്പെടുന്നവരായിട്ട് മന്മഥ വസന്താദികൾ ഭയപ്പെട്ടു മടങ്ങി. മനസ്സിനെ പരമാത്മാവിൽ തന്നെ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മാർക്കണ്ഡേയ മുനിയെ അനുഗ്രഹിപ്പാനായിക്കൊണ്ട് നരനാരായണ സ്വരൂപനായ ഭഗവാൻ പ്രത്യക്ഷനായി ഭവിച്ചു. ഭഗവാന്റെ നരനാരായണ ഋഷികളായി അവതരിച്ചിരിക്കുന്ന ആ രണ്ടുപേരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സ്തുതിക്കുന്നതാണ് നരനാരായണ സ്തുതി. ശ്രീമദ് ഭാഗവതത്തിലെ 12 സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിൽ 40 മുതൽ 49 വരെയുള്ള 10 ശ്ലോകങ്ങളാണ് നരനാരായണ സ്തുതി. 1-ാമത്തെ ശ്ലോകം. മാർക്കണ്ഡേയ ഉവാച. കിം വർണ്ണയേ തവ വിഭോ യദുദീരിതോസുഃ സംസ്പന്ദതേ തമനുവാങ്മന ഇന്ദ്രിയാണി സ്പന്ദന്തി വൈ തനുഭൃതാമജ ശർവയോശ്ച സ്വസ്യാപ്യഥാപി ഭജതാമസി ഭാവബന്ധുഃ. മാർക്കണ്ഡേയ മുനി സ്തുതിച്ചു. ഹേ ഭഗവൻ, അങ്ങയുടെ വൈഭവത്തെ ഞാൻ എങ്ങനെ വർണ്ണിക്കും? അതിന് ഞാൻ ശക്തനല്ല. എന്തുകൊണ്ടെന്നാൽ സർവാന്തര്യാമിയായിരിക്കുന്ന അങ്ങയുടെ പ്രേരണ നിമിത്തമാണ് പ്രാണൻ വ്യാപരിക്കുന്നത്. ആ പ്രാണനെ അനുസരിച്ച് സകല ശരീരികളുടെയും ബ്രഹ്മാവ്, ശിവൻ എന്നിവരുടെയും വാക്ക്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്നിവ അതാതു വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആരാണോ അങ്ങയെ പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നത് അവർക്ക് അങ്ങ് ആത്മബന്ധുവാകുന്നു. 2-ാമത്തെ ശ്ലോകം. മൂർത്തി ഇമേ ഭഗവതോ ഭഗവം സ്ത്രീലോക്യാഃ ക്ഷേമായ താപവിരമായ ച മൃത്യുജിത്യേ നാനാബിഭർഷ്യ വിദുമന്യതനൂര്യദേദം സൃഷ്ട്വാ പുനർഗ്രസസി സർവമിവോർണനാഭിഃ. ഹേ ഭഗവൻ, അങ്ങയുടെ ഈ 2 രൂപങ്ങൾ 3 ലോകത്തിലുള്ളവർക്കും ക്ഷേമത്തെയും ആധ്യാത്മിക ആദിതാപശമനത്തെയും മോക്ഷത്തെയും സാധിപ്പാനുള്ള അവതാരങ്ങളാകുന്നു. മറ്റവതാരങ്ങൾ പോലെ ഈ അവതാരമൂർത്തികളെയും അങ്ങ് സ്വേച്ഛയാൽ സ്വീകരിച്ചതാകുന്നു. 8 കാലി തന്നിൽ നിന്നു തന്നെ നൂലുണ്ടാക്കി അതിൽ വസിക്കുകയും ഒടുവിൽ ആ നൂലിനെ താൻ തന്നെ ഗ്രസിക്കുകയും ചെയ്യുന്നതുപോലെ അങ്ങ് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും അന്തര്യാമി രൂപേണ അതിൽ വസിക്കുകയും ഒടുവിൽ തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. 3-ാമത്തെ ശ്ലോകം. തസ്യാ വിദുസ്ഥിരചരേശിദുരംഘ്രിമൂലം യസ്തം ന കർമ്മഗുണകാലരുജസ്പൃശന്തി യദ്വൈ സ്തുവന്തി നിനമന്തി യജന്ത്യഭീഷ്ണം ധ്യായന്തി വേദഹൃദയാ മുനയസ്തദാപ്ത്യൈ. സർവലോകപാലനും സ്ഥാവര ജംഗമങ്ങളുടെ നിയന്താവുമായിരിക്കുന്ന അങ്ങയുടെ പാദമൂലത്തെ ഞാൻ ഭജിക്കുന്നു. ആ പാദമൂലത്തെ ഭജിക്കുന്നവർ അതിനെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും ഭാവിക്കുകയില്ല. അതിലിരിക്കുന്നവനെ കർമ്മകാല ഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന യാതൊരു ദോഷവും സ്പർശിക്കുക പോലും ചെയ്യില്ല. അങ്ങയുടെ ആജ്ഞയാകുന്ന വേദത്തെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന മുനികൾ ആ പാദകമലത്തോട് സായുജ്യം കാക്ഷിച്ചുകൊണ്ട് അതിനെ തന്നെ സ്തുതിക്കുന്നു, അതിനെ തന്നെ ആരാധിക്കുന്നു, അതിനെ തന്നെ നിത്യവും നമസ്കരിക്കുന്നു. 4-ാമത്തെ ശ്ലോകം. നാന്യം തവാംഘ്രിവനയാതപവർഗമൂർത്തേഃ ക്ഷേമം ജനസ്യ പരിതോപിയ ഈശവിദ്മഃ ബ്രഹ്മാഭിഭേത്യലമതോദിപരാർദ്ധധിഷ്ണ്യഃ കാലസ്യ ദേഹിമുദ തത്കൃതഭൗതികാനാം. ഹേ സർവേശ്വര, സകല ലോകങ്ങളിലും നാശമുണ്ടെന്ന ഭയത്തോടുകൂടിയ ജനത്തിന് ഒരു കാലത്തും നശിക്കാതിരിക്കുന്ന അങ്ങയുടെ പാതാരവിന്ദത്തെ പ്രാപിച്ചാൽ മാത്രമല്ലാതെ ഭയരഹിതമായ ക്ഷേമമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നില്ല. സമസ്ത ലോകങ്ങളുടെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ സ്ഥാനവും
ദ്വിപരാർദ്ധകാലം കഴിയുമ്പോൾ നശിക്കുന്നതിനാൽ അങ്ങയുടെ പുരിക ചലന രൂപമായ കാലത്തിൽ നിന്നുള്ള ഭീതി ബ്രഹ്മാവിനും കൂടിയുണ്ട്. പിന്നെ ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെടുന്ന ലോകങ്ങൾക്കും പ്രാണികൾക്കും നാശഭയമുണ്ടെന്ന് പറയണമോ? 5-ാമത്തെ ശ്ലോകം. തദ്വൈ ഭജാമിർദതിയസ്തവ പാദമൂലം ഹിത്വേദമാത്മചതിച്ചാത്മഗുരോ പരസ്യ ദേഹാദ്യപാർത്ഥമസന്ധ്യമഭിജ്ഞമാത്രം വിന്ദേദേ തർഹി സർവമനീഷിതാർത്ഥം. അതുകൊണ്ട് ആത്മാവിനെ മറയ്ക്കുന്നതും നിഷ്ബലവും തുച്ഛവും അറിവിൽ നിന്ന് അന്യമല്ലാത്തതും നാശമുള്ളതുമായ ദേഹാദിഭാവത്തെ ഉപേക്ഷിച്ച് ആത്മാവായ ജീവൻ്റെ നിയന്താവും കാര്യകാരണ സംഘാതമായ ദേഹാദിഭാവത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നവനും സത്യസങ്കല്പത്തോടു കൂടിയവനുമായ അങ്ങയുടെ പാദമൂലത്തെ ഞാൻ സർവാത്മന ഭജിക്കുന്നു. അങ്ങയുടെ പാദപത്മത്തെ ഭജിക്കുന്നവർ ആഗ്രഹിക്കുന്ന സർവകാര്യവും അങ്ങയിൽ നിന്നു തന്നെ ലഭിക്കും. 6-ാമത്തെ ശ്ലോകം. സത്വം രജസ്തമൈദീശ തവാത്മബന്ധോ മായാമയാ സ്ഥിതിലയോദയ ഹേതവോസ്യ ലീലാധൃതായതഭി സത്വമയീ പ്രശാന്ത്യൈ നാന്യേ നൃണാം വ്യസനമോഹഭിയശ്ചയാഭ്യാം. ആത്മബന്ധുവായ ഹേ ഈശ്വര, ഈ ലോകത്തിൻ്റെ പരിപാലനം, സംഹാരം, ഉത്ഭവം എന്നിവ നടത്തുന്ന മായാമയങ്ങളായ മൂർത്തികളും അങ്ങുതന്നെ. ആ മൂർത്തികളാൽ സൃഷ്ടിയാദി ലീലകൾ നടത്തുന്നത് അങ്ങുതന്നെയാണെങ്കിലും മനുഷ്യർക്കുള്ള സംസാരബന്ധത്തെ നിശേഷം നശിപ്പിച്ചു പരമശാന്തി സ്വരൂപമായ മോക്ഷത്തെ നൽകുന്നതിന് സത്വപ്രധാനമായ ഈ മൂർത്തി തന്നെയാണ് സമർത്ഥമായിരിക്കുന്നത്. രജസ്തമ പ്രധാന മൂർത്തികളായ ബ്രഹ്മാവും രുദ്രനും പരമശാന്തി നൽകുന്നില്ല എന്നു മാത്രമല്ല, ആ മൂർത്തികളെ ഉപാസിക്കുന്നവർക്ക് വ്യസനം, മോഹം, ഭീതി മുതലായ വിപരീത ഫലങ്ങൾ കൂടി സംഭവിക്കും. 7-ാമത്തെ ശ്ലോകം. തസ്മാത്തവേഹ ഭഗവന്നത താവകാനാം ശുക്ലാം തനും സ്വദൈതാം കുശലാ ഭജന്തി യത്സാത്വതാ പുരുഷരൂപമുശന്തി സത്വം ലോകോ യതോ ഭയമുദാത്മസുഖം ന ചാന്യത്. അതുകൊണ്ട് ഹേ ഭഗവൻ, ഈ ലോകത്തിൽ സദ്ബുദ്ധിയുള്ളവർ അങ്ങയുടെ സത്വപ്രധാനമായ ശ്രീനാരായണ സ്വരൂപത്തെയും അങ്ങയുടെ സംബന്ധികളായ സ്വരൂപങ്ങളിൽ വച്ച് അങ്ങേക്ക് ഏറ്റവും പ്രിയവും സത്വപ്രധാനമായ നരമൂർത്തിയെയും പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നു. അവർ സത്വഗുണത്തെ തന്നെ ഈശ്വര സ്വരൂപമെന്ന് വിചാരിക്കുന്നു. ആ രൂപത്തെ ഉപാസിക്കുന്നതുകൊണ്ട് അവർക്ക് വൈകുണ്ഠലോകം ലഭിക്കും. 8-ാമത്തെ ശ്ലോകം. തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂമ്നെ വിശ്വായ വിശ്വഗുരവേ പരദേവതായൈ നാരായണായ ഋഷയേ ജ നരോത്തമായ ഹംസായ സംയതഗിരേ നിഗമേശ്വരായ. സർവവ്യാപകനായും വിശ്വസ്വരൂപനായും വിശ്വത്തിൻ്റെ ഹിതോപദേഷ്ടായ ഗുരുവായും വേദങ്ങളുടെ പ്രവർത്തകനായും അടക്കിയ വാക്കോടുകൂടിയവനായും പരമേശ്വരനായും പരിശുദ്ധനായും ഷഡ്ഗുണസമ്പന്നനായും നാരായണനെന്നു പേരായ ഋഷിയായും നരന്മാരിൽ ഉത്തമനും പുരുഷനുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. 9-ാമത്തെ ശ്ലോകം. യം വൈനവേദവിദദാശപതൈർഭ്രമദ്ദീഹി സന്തം സ്വകേഷു സുഷുഹൃദ്യഭിദൃക്പദേഷു തന്മായയാവൃതമതി സൗ ഏവ സാക്ഷാത് ആദ്യസ്തവാഖില ഗുരോരുപസാധ്യവേദം. തുച്ഛങ്ങളായ വിഷയസുഖങ്ങൾ അനുഭവിക്കുവാൻ ഉപയോഗപ്പെടുത്തുന്ന നിഷ്ഫലങ്ങളായ ഇന്ദ്രിയ മാർഗങ്ങളിൽ കൂടി ബുദ്ധിവൃത്തിയെ ചലിപ്പിക്കുന്ന പുരുഷൻ അവൻ്റെ ഇന്ദ്രിയങ്ങളിലും പ്രാണങ്ങളിലും ഹൃദയത്തിലും നേത്രമാർഗങ്ങളിലും വസിക്കുന്ന അങ്ങയെ അറിയുന്നില്ല. അങ്ങയുടെ മായാശക്തി അവൻ്റെ ബുദ്ധിയെ മറയ്ക്കുന്നു. സാക്ഷാൽ ബ്രഹ്മദേവൻ കൂടി അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ച ഉടനെ അങ്ങയെ അറിഞ്ഞില്ല. പരമഗുരുവായ അങ്ങയിൽ നിന്ന് വേദം ലഭിച്ചപ്പോൾ അങ്ങയെ സത്വസ്വരൂപനായി അറിഞ്ഞു. 10-ാമത്തെ ശ്ലോകം. യദ്ദർശനം നിഗമ ആത്മരഹ പ്രകാശം മുഹ്യന്തി യത്ര കവയോ ജവരായദന്തഃ തം സർവവാദവിഷയപ്രതിരൂപശീലം വന്ദേ മഹാപുരുഷമാത്മനി ഗൂഢബോധം. അങ്ങയുടെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്ന സ്വരൂപദർശനം വേദത്തിൽ നിന്നു മാത്രമേ ഭവിക്കുന്നുള്ളൂ.
ബ്രഹ്മാവ് മുതലായ പ്രധാന കവികൾ സാംഖ്യയോഗാദി മാർഗങ്ങളിൽ കൂടി വളരെ പരിശ്രമിച്ചിട്ടും അങ്ങയുടെ സ്വരൂപത്തെ ശരിയായിട്ടറിഞ്ഞില്ല. ആത്മാവിനാൽ മറയ്ക്കപ്പെട്ട ബോധത്തോടു കൂടിയവനും സർവവാദങ്ങൾക്ക് വിഷയങ്ങളായിരിക്കുന്നവയെ അനുസരിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനുമായ മഹാപുരുഷനായ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു. നരനാരായണ സ്തുതി അവസാനിച്ചു. ഹരി ഓം.